ഈ പാർട്ട് ടൈം ജോബും പഠിപ്പും കൂടി നമുക്ക് ഒരേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിന്നിപ്പോൾ ഉള്ളത് യൂറോപ്യൻ കൺട്രി സ്ലോവേനിയയിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ സ്ലോവേനിയയ്ക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, അങ്ങനെ കുറേ കോഴ്സുകൾ. അപ്പോൾ എല്ലാവരും ഒരു സംശയമാണ്, നമുക്കിവിടെ പഠിപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ, പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ പാർട്ട് ടൈം ജോബ് കിട്ടിയിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ. ഞങ്ങളിവിടെ വന്നത് വർക്ക് വിസയിലാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കിന് പോകുമ്പോൾ വഴി വെച്ച് കാണുന്ന സ്റ്റുഡൻസിനൊക്കെ അടുത്ത് ചോദിച്ച്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ചുണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് കിട്ടിയ ഇൻഫർമേഷൻസാണ് ഞാൻ ഷെയർ ചെയ്യണത്. ഇവിടെ സമ്മറിലാണ് നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് പാർട്ട് ടൈം ജോബ് കിട്ടാമെന്ന് പറയണേ. വിൻ്ററിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണേ. ഈ യൂറോപ്പ് മൊത്തത്തിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ജൂലൈയിൽ ഓഗസ്റ്റിലാണ്. അപ്പോൾ ആ ടൈമിലാണ് കൂടുതലും മറ്റേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവണതും പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ജോബ് കിട്ടാൻ ചാൻസ് കൂടും. വിൻ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണവായിട്ട് ആരും അങ്ങനെ പുറത്തിറങ്ങില്ല, പിന്നെ ഒട്ടുമിക്ക ഷോപ്പുകളും ക്ലോസ് ആയിരിക്കും. ഇവിടെ കൂടുതലായിട്ടും സ്റ്റുഡൻസ് പാർട്ട് ടൈം ചെയ്യണത് ബർഗർ ഷോപ്പിൽ, പിന്നെ മെക്ഡൊണാൾഡ്സിൽ, പിന്നെ റെസ്റ്റോറൻറ്റുകളിൽ. ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഫുഡ് സെർവ് ചെയ്യണത്, പിന്നെ ഈ വെയർ ഹൗസിലൊക്കെ ഫുഡൊക്കെ പാക്ക് ചെയ്യണത്, അങ്ങനത്തെ കുറേ വർക്കുകൾ. പിന്നെ കൂടുതലായിട്ടും കാണുന്നത് ഈ മറ്റേ ഫുഡ് ഡെലിവറിയിൽ ബോൾട്ട്, ഗ്ലോവോ, അങ്ങനത്തെ കുറേ ഇതിലൊക്കെ വർക്ക് ചെയ്യണ സ്റ്റുഡൻസിനാണ്. ഈ സ്റ്റുഡൻസിന് മെയിനായിട്ട് പാർട്ട് ടൈം ജോബ് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ഓരോ റെസ്റ്റോറൻറ്റുകളിലോ ഓരോ ഷോപ്പുകളിലൊക്കെ പോയി ചോദിക്കണം വേക്കൻസി ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തോ ഒരു സൈറ്റ് ഉണ്ട്, സ്റ്റുഡൻസ് കീ സർവീസ് എന്ന് പറഞ്ഞിട്ട്. അതിലപ്പോൾ ഇങ്ങനെ ഓരോ വേക്കൻസി വരും. അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ അവർ നമ്മളെ വിളിക്കും. അങ്ങനെയാണ് പാർട്ട് ടൈം ജോബ് കിട്ടണം. 2-3 സ്ഥലത്തൊക്കെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യണ സ്റ്റുഡൻസിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ വെക്കേഷനിലൊക്കെ നമ്മൾ പാർട്ട് ടൈമിന് പകരം ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1500 വരെ കിട്ടുമെന്നാണ് ഇന്നാളൊരു സ്റ്റുഡൻറ്റ് കണ്ട് പറഞ്ഞത്. പക്ഷേ ഒട്ടുമിക്ക സ്റ്റുഡൻസും ഈ ക്ലാസ്സിലൊന്നും പോകാണ്ട് ഇപ്പോൾ ഫുൾ ടൈം വർക്കിന് പോകാമെന്നാണ് പറയണവൻ. നമുക്ക് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കിട്ടണ്ടല്ലോ, 1500 സംതിങ് കിട്ടണമെന്നാണ് പറയണവൻ. ഇന്നാളൊരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അവൻ്റെ അടുത്ത് ഏജൻസിക്കാർ പറഞ്ഞത് നമുക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം, ഫീസ് അടയ്ക്കാം, പിന്നെ ക്ലാസ്സിന് പോകാം, അങ്ങനെയൊക്കെ സുഖമായിട്ട് നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറയുന്നത് നമുക്ക് പാർട്ട് ടൈമും ക്ലാസ്സും കൂടി ഒരേപോലെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇവർ പറഞ്ഞ ഒരു ഫീസ് അടയ്ക്കാനും പിന്നെ ലോൺ അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ നടന്നു പോകുമെന്ന് പറഞ്ഞു. റൂം റെൻറ്റ്, അങ്ങനത്തെ ഫോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടന്നു പോകുമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റുഡൻസിന് ഇവിടുത്തെ കൺട്രി എന്തോ ബൂണി എന്ന് പറഞ്ഞൊരു ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടെന്ന്. അത് ഗുണമെന്നാണ് പറഞ്ഞവൻ. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ പൈസ കുറവിന് ഫുഡ് കിട്ടേ, പിന്നെ നിസ്സാര പൈസയ്ക്ക് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുക, അങ്ങനത്തെ സെറ്റപ്പാണ്. പിന്നെ കുറേ സ്റ്റുഡൻസൊക്കെ ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് പിന്നെ സ്റ്റുഡൻറ്റ് വിസ മാറ്റി വർക്ക് വിസ ആക്കുന്നുണ്ട് കേട്ടോ. ഇന്നാൾ ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് ഇപ്പോൾ അവർ പറയണ്ടായിരുന്നു, അവരിങ്ങനെ വന്നിട്ട് ഇപ്പോൾ വർക്ക് വിസയാക്കി മാറ്റിയെന്ന്. മറ്റേ ബർഗർ ഷോപ്പിൽ, പിന്നെ ഏതൊക്കെയോ മാനുഫാക്ചറിങ് കമ്പനിയിൽ, പിന്നെ അങ്ങനത്തെ പാക്കിങ്, അങ്ങനത്തെ കുറേ വർക്കുകളാണ് അവർ ചെയ്യണതെന്ന് പറഞ്ഞു. ഈ ബോൾട്ടും ഗ്ലോവയ്ക്ക് ഓടുമ്പോൾ സ്റ്റുഡൻസ് പറയുന്നത് ഈ 6 മാസം വരെ ഇവർ ടാക്സ് നല്ല രീതിയിൽ പിടിക്കുന്നു എന്തൊക്കെയാണ് ഇതും പറഞ്ഞു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പിടിക്കുള്ളൂ പറഞ്ഞ്. ഈ 6 മാസം വരെ നല്ല രീതിയിൽ പിടിക്കുമെന്ന് പറഞ്ഞ്. പിന്നെ ഗ്ലോവോ എനിക്ക് പോകണമെങ്കിൽ നമുക്ക് വേറെ പേയ്മെൻ്റ് ഒന്നും വേണ്ട, അവർ ഡ്രസ്സും ഇതൊക്കെ തരും. പിന്നെ ബോൾട്ടിനാണെങ്കിൽ എത്രയോ 50 യൂറോ എങ്ങോട്ട് കൊടുക്കണം ഈ അവരുടെ ഇതൊക്കെ കിട്ടാനായിട്ട്. ഞങ്ങളിങ്ങനെ വർക്കിന് പോകുമ്പോൾ സ്റ്റുഡൻസിനെ വഴി വെച്ച് കാണും. അപ്പോൾ ഞാൻ ചോദിക്കിങ്ങനെ കോഴ്സൊക്കെ അതിനുണ്ട്, പഠിക്കാനതിനുണ്ട്, കൺട്രിയൊക്കെ അതിനുണ്ട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചിലവരൊക്കെ പറയും ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിലവർ പറയുന്നത് നല്ല കൺട്രിയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒട്ടുമിക്ക സ്റ്റുഡൻസും പറയുന്നത് കൺട്രി കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയണത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.